വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ പിസ്സ. ഞാൻ ഇതിനു മുമ്പ് ഒരു പിസ്സയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് ഓവനിലല്ല സ്റ്റൗ ടോപ്പിൽ തയ്യാറാക്കുന്ന പനീർ പിസ്സ റെസിപ്പിയാണ്. പക്ഷേ ഇന്നത്തത് ഓവനിൽ തയ്യാറാക്കുന്ന അടിപൊളി ചിക്കൻ പിസ്സ റെസിപ്പി. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വന്നാൽ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ചിക്കൻ പിസ്സ റെസിപ്പി തയ്യാറാക്കാമെന്ന്. ചിക്കൻ പിസ്സ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ചെറുചൂട് വെള്ളമാണ് കേട്ടോ. ഒരുപാട് ചൂടുള്ള വെള്ളമല്ല, ചെറുചൂട് വെള്ളം. അതിലേക്ക് ഉപ്പും 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒരു 15 മിനിറ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് വെച്ചിട്ടുള്ളത് ഫെർമെൻറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ വെള്ളം പോരാ, കുറച്ചും കൂടി വെള്ളം വേണം. ഞാൻ ചെറുചൂട് വെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗ ടോപ്പിൽ വെച്ച് സ്റ്റൗ ടോപ്പല്ല, ഒരബദ്ധം പറ്റിയതാണ്, നാറ്റിക്കരുത്. കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറിയിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതാ കണ്ടോ, സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരു 4-5 മണിക്കൂർ മൂടി വെച്ച് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് പിസ്സ സെറ്റ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയൊരു മൂടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ മാവ് ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് പരത്തിയെടുക്കുക. കൈ വെച്ച് തന്നെ പരത്തിയെടുക്കാവുന്നുള്ളൂ. ഇതും ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി കൈ വെച്ച് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ആക്കി കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കുത്തു നല്ല രസമല്ലേ കുത്തിട്ട് കൊടുക്കാൻ. ഇനി ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പിസ്സ സോസാണ്. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഞാനിവിടെ ചീസാണ് എടുത്തിരിക്കുന്നത്, സ്ലൈസ്ഡ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, പച്ച, മഞ്ഞ, ചുവപ്പ് എല്ലാ കളറുള്ളതും ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഉള്ളി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടി വെച്ച് കൊടുക്കാം. ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ചില്ലി ഫ്ലേക്സും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സെറ്റായ സംഭവങ്ങൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് തട്ടാം. $230 ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളത്. പിന്നെ ടൈമർ 20 മിനിറ്റ് ആണ് കേട്ടോ. ചിക്കൻ പിസ്സ ഇവിടെ അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു ചിക്കൻ പിസ്സ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മസ്റ്റർ ഐറ്റമാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ടേസ്റ്റോടെയുള്ള നല്ല അടിപൊളി ചിക്കൻ പിസ്സ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.